പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വിഷയം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് മധ്യവേനൽ അവധി മഴക്കാലത്ത് കൊടുത്താൽ മതിയോ, കുട്ടികൾക്ക് ഏതായിരിക്കും നല്ലത് എന്നതിനെക്കുറിച്ച് ഒരു പൊതുജന അഭിപ്രായം അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് മധ്യവേനൽ അവധി കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരിതും, അതുപോലെ തന്നെ മഴക്കാലത്ത് കുട്ടികൾക്ക് അവധി കിട്ടിയാലുള്ള കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കും ജനങ്ങളുടെയൊക്കെ അഭിപ്രായം അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കമൻസൊക്കെ നമ്മൾ കണ്ടു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഒരുപാട് അതിനെ ചൊല്ലി വീഡിയോസും ഒക്കെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ട്, അത് ഈ വീഡിയോയിലൂടെ എല്ലാവരിലേക്കും എത്തിക്കാമെന്ന് ഞാനും വിചാരിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മധ്യവേനൽ അവധി എന്ന് പറയുന്നത് തന്നെ ആ സമയത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന അവധിയാണ്. അത് എങ്ങനെ മഴക്കാലത്ത് കൊടുത്താൽ ശരിയാവും? അതുപോലെ തന്നെ മധ്യവേനൽ അവധി എന്നൊക്കെ പറയുമ്പോൾ വളരെ ചൂടുള്ള സമയമാണ് അല്ലേ. സൂര്യാഘാതമൊക്കെ ഏൽക്കാം, കുട്ടികൾക്കും ഏൽക്കാം, എല്ലാവർക്കും ഏൽക്കാം, ടീച്ചേഴ്സിനും ഒക്കെ ഏൽക്കാം. ഇപ്പോൾ പറയുന്നുണ്ട് ആ സമയത്ത് പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ പോലും ആ സമയത്ത് പണിയൊക്കെ നിർത്തണമെന്ന് പ്രത്യേകിച്ച് ഓർഡറൊക്കെ ഇറക്കാറുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് മഹാബോറായിരിക്കും തന്നെ പറയേണ്ടി വരും. ഒരു അധ്യാപിക എന്ന നിലയിൽ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റുമല്ലോ. കാരണം വളരെ ചൂട് നിറഞ്ഞ അന്തരീക്ഷമായിരിക്കും. ഒരു ഫാനൊക്കെ ഉണ്ടായി എല്ലാ സ്കൂളിലും, എല്ലാ ഗവൺമെൻറ് സ്കൂളിലും ഇപ്പോൾ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഫാനായിരിക്കും, വലിയ ക്ലാസ് ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഈ ടീച്ചറായാലും കുട്ടികളായാലും തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ ഈ ചൂട് കൊണ്ട് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷവും അവിടെ ഉണ്ടാവില്ല ഈ ചൂട് കാലത്ത്. അത് ഒന്ന് പ്രത്യേകം ചിന്തിച്ചാൽ നന്നായിരിക്കും. കുട്ടികൾക്ക് ഒക്കെ മടുപ്പായിരിക്കും. ടീച്ചേഴ്സിനാണെങ്കിൽ അവർ ഫ്രഷ് ആയിട്ട് വേണ്ടേ പോയിട്ട് ക്ലാസ് എടുക്കാൻ. അപ്പോൾ ഈ വിയർപ്പും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ടാവും. ഈ സമയം എന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളം കുടിക്കുന്ന സമയമായിരിക്കും. ഒരു ബോട്ടിലൊക്കെ ആയിരിക്കും കുട്ടികൾ കൊണ്ടുപോവുക. അതുപോലെ തന്നെ സ്കൂളിലും ജലത്തിൻ്റെ ലഭ്യതയൊക്കെ കുറവായിരിക്കും. ഈ ചൂടുകാലത്ത് വെള്ളമൊക്കെ വറ്റുന്ന സമയമായിരിക്കും. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും എന്ത് തന്നെ ആയാലും പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ആകെ ഒരു 10 ദിവസമാണെന്ന് തോന്നുന്നു ആകെ ഒരു ലീവൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിൽ കൂടുതലൊന്നും പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലും അധ്യയനം മുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ദുരിതാശ്വാസ ക്യാമ്പും അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്കൂളൊക്കെ ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പൊക്കെ ആയി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമാണോ? അതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അധ്യയനം നടത്തുന്നതിനുള്ള സ്ഥലം മാത്രമാണ് സ്കൂള്. അപ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർക്ക് ഷെൽട്ടർ ഒരുക്കുന്നതിന് ഗവൺമെൻറ്റാണ്, അതുപോലെ വേറെ സംവിധാനമൊക്കെ കണ്ടെത്തേണ്ടത് ഗവൺമെൻറ്റാണ് അല്ലേ. സ്കൂളിൽ ഇങ്ങനെ വെക്കുന്നത് കൊണ്ടാണല്ലോ സ്കൂൾ ഒക്കെ പൂട്ടിയിടേണ്ടി വരുന്നത്. കുട്ടികൾക്ക് അധ്യയനം മുടങ്ങുന്ന കൂടുതലും അങ്ങനെയാണ്, അല്ലാതെ വേറെ പ്രശ്നം കൊണ്ടൊന്നുമല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആലോചിക്കുക, കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ മനസ്സ് ഈ ചൂട് കാലത്ത് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പരസ്പരം വിയർത്ത് പരസ്പരം ഒട്ടിയിരിക്കുക, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമായിട്ട് ചിന്തിക്കാവുന്ന കാര്യങ്ങളല്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവർ കളിക്കാൻ എന്തായാലും പോവാതിരിക്കില്ലല്ലോ പുറത്ത്. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിലും അതിലും ഇതിലൊക്കെ പോയി കൂടുതൽ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഏപ്രിൽ മെയ് മാസത്തെ അവധി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സമയമാണ് നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ആ സമയത്താണ് കുട്ടികൾ വീട്ടുകാരുടെ കൂടെയൊക്കെ ടൂറും അങ്ങനെയൊക്കെ പോയി ആസ്വാദനമൊക്കെ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ ഇല്ലാതാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ ഇതുമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇടാൻ പോകുന്ന ഈ വീഡിയോയിൽ പല അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ. കുട്ടികൾ അങ്ങനെ പല അഭിപ്രായങ്ങളും പറയുമല്ലോ. കാരണം മഴയിൽ നനഞ്ഞിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി സാധിക്കില്ല, അതുകൊണ്ട് ലീവ് മാറ്റണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പലർക്കും പല അഭിപ്രായമായിരിക്കുമല്ലോ. നമുക്ക് പറയാം ബഹുജനം പലവിധം എന്ന് പറയും പോലെ തന്നെ പല പല അഭിപ്രായങ്ങൾ ഇതിൽ പൊങ്ങി വരാം. പക്ഷേ എങ്കിൽ കൂടി ഞാൻ കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏപ്രിൽ മെയ് മാസത്തെ അവധി ആ സമയം തന്നെ കൊടുക്കണം എന്ന് എല്ലാവരും പറയുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ചർച്ച ചെയ്യാം. എന്തൊക്കെയാണ് ഈ കുട്ടികൾ പറയുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. ഏപ്രിൽ മെയ് തന്നെയാണ് നല്ലത്. അത് മാത്രമല്ല ഭയങ്കര വെയിലൊക്കെയാണ്. ഇപ്പോൾ ഓരോ കൊല്ലം കൂടുന്നതിനനുസരിച്ച് വെയിൽ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായാലും മഴ ചെയ്താൽ സ്കൂൾ അവധി കിട്ടും. അപ്പോൾ ഈ മഴത്ത് ഇങ്ങനെ വരുന്ന ഒരു ഇതുകൊണ്ട് നമുക്ക് ഏപ്രിൽ മെയ് തന്നെയാണ്. ഏപ്രിലും മെയ്യിലൊക്കെ വെക്കേഷൻ ആകുമ്പോൾ വെയിലത്താണല്ലോ, അപ്പം പുറത്തു പോയി കളിക്കാൻ പറ്റും. മഴയത്താണെങ്കിൽ പറ്റൂലല്ലോ, വിടൂല.
ജൂൺ ജൂലൈക്ക് തന്നെ അവധിയാണ് നല്ലത്. കാരണം ഒരുപാട് ലീവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആക്കാണ്ട് ഇങ്ങനെ ഈ റെഡ് അലേർട്ട് കാരണം പിന്നെ സമരവും ബന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലീവാണ്. ഹോളിഡേയ്സ് ആവുണ്ടല്ലോ ഇപ്പൊ ഈ ജൂൺ ജൂലൈയിൽ മഴ കാരണം, അപ്പൊ അത് കുറഞ്ഞു കിട്ടും. മഴക്കാലത്താകുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോൾ മൊത്തമായിട്ട് നനഞ്ഞ് കുളിച്ചിട്ടാ ക്ലാസ്സിൽ വന്നിരിക്കണേ. അപ്പൊ അത് മൊത്തമായിട്ട് ഒരു എടുത്തിരിക്കുമ്പോ ഒരു ഇതാണ്. അപ്പൊ വെയിലാകുമ്പോ ആ പ്രശ്നമില്ലല്ലോ. ജൂൺ ജൂലൈ ആക്കണല്ലേ എനിക്കതാ താല്പര്യം. അല്ല അത് പിന്നെയും കുഴപ്പമില്ലല്ലോ, മഴയാണ് പിന്നെ സീന്. അങ്ങനെ ഒന്നും ലീവ് കിട്ടിയാലും നമ്മൾ ലീവ് എടുക്കല്ലോ. അങ്ങനെ ഏപ്രിൽ മെയ് കിട്ടിയാലും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെയാണ്, അത് തന്നെയായിരിക്കും കൂടുതൽ കുട്ടികൾക്കും അധ്യാപകർക്കും ഒക്കെ നല്ലതായിട്ട് വരുന്നത്. ഈ ചൂട് കാലത്ത് ആവില്ല ശരിക്കും പറഞ്ഞാൽ, അത് കുട്ടികൾക്കും പഠിക്കാനുള്ളൊരു മൂഡുണ്ടാവില്ല ടീച്ചേഴ്സിനായാലും. പിന്നെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഏപ്രിലിൽ ചൂട് കൂടുതലുള്ള സമയത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ക്ലാസ് കുറച്ച് ദിവസം നിർത്തി വെക്കുക, പിന്നെ കുറച്ച് ബ്രേക്ക് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് കുറച്ച് ബ്രേക്ക് കൊടുക്കുക, പിന്നെ മഴ കുറയുന്ന സമയത്ത് ക്ലാസ് എടുക്കുക. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെയും കുറച്ചൊരു കുഴപ്പമില്ല. അല്ലാതെ ഇതൊരു ഫിക്സഡ് സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലെ, എപ്പോഴും ഒരു അവധി എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് 2 മാസം അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ +1 +2ലേക്ക് അഡ്മിഷൻ, അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷൻ, കേരളത്തിൻ്റേത് കുഴപ്പമില്ല, ദേശീയ തലത്തിലൊക്കെ വരുമ്പോൾ അഡ്മിഷനൊക്കെ കിട്ടാതെ കുട്ടികൾ ബുദ്ധിമുട്ടും. ഈ മാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടുവേണം ഇതൊക്കെ തീരുമാനിക്കാൻ, അല്ലേ. ഓൺലൈൻ വന്നതോടുകൂടി തന്നെ കുട്ടികൾ ഒരു മുറിയിനുള്ളിൽ ചുരുണ്ടുകൂടി ഫോണിൽ നോക്കി കുത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. അതൊന്നും നമ്മൾ അത്ര ഇതാക്കാൻ പാടില്ല. അതിനൊന്നും നമ്മൾ ഒരിക്കലും സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉള്ളത് അതുപോലെ തന്നെ പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് കൊടുത്ത് ഗ്യാപ്പിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഈ ചൂട് കാലത്ത് ക്ലാസ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഒരു പ്രശ്നം ഇനി ഉടലെടുക്കാറുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ട് വെള്ളത്തിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. കുടിവെള്ളത്തിൻ്റെയും അതുപോലെയുള്ള പ്രശ്നങ്ങൾ, അസുഖങ്ങളും പടരാൻ സാധ്യതയുണ്ട് മൂലം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഉള്ള അതേ നിലപാട് തന്നെ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.